ഒരുപാട് കോൺഗ്രസ് കൂട്ടങ്ങൾ ഈ രണ്ടുപേരും അങ്ങയുടെ പിതാവിന്റെയും സന്തത സഹചാരികളായിരുന്നു. ഒന്ന് തമ്പാനൂർ സതീഷ്, ഒന്ന് മഹേഷ്. എല്ലാരും സഹചാരികൾ തന്നെ. ബിജെപിയുടെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുകളാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയില്ലേ, പിന്നെ അതിന് മേലെയുണ്ടോ സ്വന്തം സഹചാരി? അതല്ല, ഞങ്ങൾ അതിൽ ഇത്തവണ കൊടുത്തൊരു നിർദ്ദേശം വാർഡ് തലത്തിൽ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ വാർഡ് തലത്തിൽ ഐകകണ്ഠ്യേന തീരുമാനിച്ചവരെ ഞങ്ങൾ അപ്രൂവ് ചെയ്തു, മറ്റൊന്നും നോക്കിയില്ല. തർക്കം വന്നത് മാത്രം മേൽക്കമ്മിറ്റി, അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ തർക്കം തീർക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അധികം തർക്കങ്ങൾ ജില്ലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് സത്യത്തിൽ അങ്ങനൊരു നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് വലിയ കുഴപ്പം കൂടാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ റിവൽ സ്ഥാനാർത്ഥി വരുന്നില്ലല്ലോ, കാരണം നോമിനേഷൻ ആയിട്ടില്ലല്ലോ. ഇന്ന് പ്രഖ്യാപനം വന്നിട്ടല്ലേ ഉള്ളൂ. മണ്ഡലം കമ്മിറ്റികൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ തർക്കമുണ്ടായാൽ മാത്രം കോർ കമ്മിറ്റി ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് അങ്ങടക്കം പറഞ്ഞത്. പക്ഷെ കോർ കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകളില്ലാത്ത പലരെയും സ്ഥാനാർത്ഥികളായി കെട്ടിയിറക്കിയെന്നാണ് വിഴിഞ്ഞത്തെയും പോർട്ടിലെയും ഒക്കെയുള്ള പരാതി, ഹാർബർ വാർഡിലൊക്കെയുള്ള പരാതി. അത് സ്ഥല എംഎൽഎക്കെതിരെ വലിയ രോഷം ഇവിടെയുണ്ട്. അങ്ങനെ പരാതി അല്ല, ചിലയിടങ്ങളിൽ ഞാൻ പറയാം, ഇപ്പോ ശ്രീ ശബരിനാഥ് മത്സരിക്കണം എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. എന്റെ വാർഡാണ് കവടിയാർ വാർഡ്. ഇവിടെ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പൊതുവായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ, കാരണം ശബരിനാഥന്റെ വോട്ട് ശാസ്ത്രമംഗലത്താണ്, വനിതാ വാർഡാണ്. അപ്പം അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത കവടിയാർ വാർഡാണ്. അപ്പം ഞാൻ തന്നെ എല്ലാവരും യോഗം വിളിച്ച് അവരെയും കൂടെ സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ ആഘോഷത്തോടെ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. ലോക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ഈ നോമിനേഷന് മുമ്പ് തന്നെ പരിഹരിക്കും. അല്ല, അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതിലും വലിയ കിരീടം, മുൾക്കിരീടം ചൂടിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സാധാ കിരീടം മാത്രം. ഇല്ലല്ല, അദ്ദേഹം നന്നായിട്ട് ഇപ്പൊ കൂടെ ഉണ്ടല്ലോ. ഇന്നും ഉണ്ടായിരുന്നല്ലോ കമ്മിറ്റിയിൽ. അദ്ദേഹം തന്നെയാ കോർ കമ്മിറ്റി ചെയർമാൻ. എന്താ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് മിഞ്ഞാന്ന് എന്തോ കൊടുത്ത സ്റ്റേറ്റ്മെന്റാ. പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നല്ലേ പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ. ഇന്നും ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ കമ്മിറ്റി ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു.